ശരിക്കും കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിൽ പോലും നമ്മളിപ്പോഴും ശരിക്കും പഴമയിലേക്കൊരു തിരിച്ചുപോക്കിനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വളരെ സമാധാനപരമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു പഴയ കാലഘട്ടം. ഇന്നതുണ്ടോ? ഇന്നതില്ല. ഇന്ന് ഇന്ന് രാവിലെ മെഷീൻ ഓണാക്കുന്ന മാതിരി രാവിലെ സ്റ്റാർട്ട് ചെയ്യും, 5 മണിക്ക് മെഷീൻ ഓണാക്കൂ, രാത്രി 8 മണി വരെ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യുക. അതാണ് മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ. ഫാസ്റ്റ് ആയിപ്പോയി, ജീവിതം ഭയങ്കര ഫാസ്റ്റ് ആയിപ്പോയി. ഒന്നിനും സമയമില്ലാത്തൊരു സമയം ഇല്ല എന്നുള്ളതല്ല, സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള നമ്മള് ഓരോരുത്തരും ജീവിത രീതി കാരണം എല്ലാരും അവനവനിലേക്ക് ഒതുങ്ങിച്ചേർന്ന് അതാണ് അതിന്റെ പ്രശ്നം. എല്ലാരും അവനവനിലേക്ക് ഒതുങ്ങി എന്നുള്ള ഈ ഒരു വാക്കാണ് പ്രധാനം. കാരണം ഇന്ന് എല്ലാരും അങ്ങനെ ആയിപ്പോയി, ഭൂരിഭാഗം ആളുകളും അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ പഴയ കാലഘട്ടത്തിൽ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഒരു തലമുറ എന്നൊന്നും പറയണ്ട, എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 40 വർഷം മുമ്പ് വരെ. കാരണം ഞാനൊക്കെ ചെറിയ സമയത്ത് ഇതേമാതിരിയുള്ള വീടുകളിൽ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം അന്ന് അങ്ങനെയുള്ള കുറെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതേമാതിരി ചെറിയ വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഫസ്റ്റ് തോന്നും വളരെ പ്രയാസം ഉണ്ടെന്ന്. ഒരു പ്രയാസവും ഇല്ല. മാത്രമല്ല ഈ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള വീടുകൾക്കൊന്നും തീരെ ചൂടുണ്ടാവില്ല. അന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ അടുത്തുള്ള വീടുകളിൽ പരസ്പരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും അവരുടെ പ്രയാസങ്ങളാണെങ്കിലും ഇല്ലായ്മയാണെങ്കിലും എല്ലാവരും അതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഷെയർ ചെയ്യുമായിരുന്നു, അവരുടെ സുഖദുഃഖങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഇന്ന് സുഖം മാത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ദുഃഖം ആരെങ്കിലും ഷെയർ ചെയ്യുന്നത് വളരെ പരിമിതമാണ്. കാരണം അതാരും ആഗ്രഹിക്കുന്നില്ല ദുഃഖം. അപ്പൊ ഉദാഹരണത്തിന് വാട്സപ്പിന്റെ കാര്യം പറയാം. വാട്സപ്പിനാണെങ്കിൽ എല്ലാവരും ഷോ കാണിക്കാനോ എല്ലാവരും പല സംഗതി ഇടുള്ളൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു വിഷമം പറയാനോ അത് ഷെയർ ചെയ്യാനൊക്കെ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു തിരിച്ചുപോക്കാണ് ശരിക്കും ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ഏകാന്തമായ ഇതേപോലത്തെ വിജനമായ ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു കുടിലൊക്കെ വെച്ച് കെട്ടിയിട്ട് അവനവൻ്റെതായ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിച്ചു വേറെ കമ്മിറ്റ്മെന്റുകളൊന്നും. കുടിലെന്ന് പറയുമ്പോൾ ഇപ്പം ടോപ്പില് ഓല. കാരണം ഓല കിട്ടണമെങ്കിൽ അത് മടഞ്ഞെടുക്കാന്ന് പറയും. ഇത് മടഞ്ഞെടുക്കാൻ ഇന്ന് പാർക്കായത് ഓല മടയാൻ അറിയാം. അങ്ങനല്ല നമ്മള് അത് അങ്ങനത്തെ അല്ല. അപ്പൊ ഇത് ഷീറ്റ് ആകുമ്പോ ചൂട് കൂടി. അതായത് ഷീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഷീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ കൺസെപ്റ്റ് മാറി. അതോടുകൂടി ജീവിതത്തിന്റെ സ്റ്റൈല് മാറി, ടെമ്പറേച്ചർ മാറി, എല്ലാം മാറി. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പം അതായത് മരം ഉപയോഗിച്ച സ്ഥലത്ത് ഇപ്പൊ കംപ്ലീറ്റ് ഫൈബർ മിക്സ് ചെയ്ത് വരുന്ന എന്താണ് പറയാ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് പലരും ഇപ്പം ഫർണിച്ചർ കംപ്ലീറ്റ് വരുന്നേ. കാരണം എന്താ? മരമില്ല, പ്ലൈവുഡ് ഇല്ല. അപ്പം എല്ലാം വേറെ പല ബോർഡുകളുമായിട്ട് മാറി. അപ്പൊ എന്താണ് ആൾക്കാർ പറയുന്ന സാധനം ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു 5 കൊല്ലത്തേക്ക് മതി, അത് കഴിഞ്ഞാൽ ഡിസൈൻ മാറും. അപ്പോൾ അത് മാറാം. ഇപ്പം തേക്കിന്റെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ ഇനി എത്ര കോസ്റ്റ് വരും? സ്റ്റീലിൻ്റെതോ മറ്റേ വേറെ എന്തെങ്കിലും വുഡ് കൊണ്ടോ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കോസ്റ്റേ വരുള്ളൂ. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10-1 വരുന്നുള്ളൂ. തേക്കിപ്പം വാങ്ങി നമ്മൾ ഉണ്ടാക്കിയ 100 കൊല്ലം നിൽക്കും എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. 5 കൊല്ലം മാക്സിമം. അതായത് ഇന്നത്തെ തലമുറ മൊബൈല് മാറ്റുന്നത് പോലെ ആപ്പിൾ ഐഫോൺ 16, ആപ്പിൾ ഐഫോൺ 17, ഇത് ഓരോരോ കൊല്ലവും ഐഫോൺ പുതിയത് ഇറക്കുമ്പോൾ എന്തിനാ നമ്മൾ മാറ്റുന്നത്? അതുപോലെ എല്ലാം എല്ലാം ടെമ്പററി ആയി. അപ്പം ജീവിത സാഹചര്യം മാറാനുള്ള കാരണം നമ്മളെ റിസോഴ്സിലുള്ള വരുന്ന വ്യത്യാസങ്ങളാണ്. ഇപ്പൊ പണ്ട് തുണിസഞ്ചി ഉണ്ടാവും എല്ലായിടത്തും. പണ്ടൊക്കെ നമ്മളൊരു തറവാട് ഉണ്ടാക്കി കഴിഞ്ഞാലേ അതിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 3-4 തലമുറ ജീവിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പോലും ആ വീട്ടിൽ താമസിക്കാൻ കിട്ടില്ല. മാത്രല്ല അന്ന് ഉണ്ടാക്കുന്ന ചെറിയൊരു മുറിയിൽ ഒരു ഫാമിലി ജീവിച്ചു പോവാ. ഇന്നിപ്പം ഒരു മുറി പോലെ അന്ന് അവരതില്
അത് മതി അവർക്ക്. മതി. കാരണം അവർ അതിനകത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ഇന്ന് അതല്ല. ഇന്നിപ്പോ നമുക്ക് അന്ന് പിന്നെ വെച്ചാല് കിടക്കുന്നതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും ഒക്കെ ഏകദേശം ഒരു എല്ലാരും ഒരുമിച്ചായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറ്റം വന്നു, ജീവിതത്തിന്റെ മൊത്തത്തിൽ മാറ്റം വന്നു. നമ്മളിപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ ഫുഡ് ഇപ്പൊ എന്താ കഥ? ഫുഡിന്റെ കൾച്ചറേ മാറി. ഫുഡ് കൾച്ചർ മാറുമ്പോ അവിടെ സംഭവിക്കുന്ന എന്താ? ഒരു ഭാഗത്ത് രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. ഫുഡ് കൾച്ചർ മാറുമ്പോ രോഗങ്ങൾ വർദ്ധിക്കുക. രോഗങ്ങൾ വർദ്ധിക്കുമ്പോ ഹോസ്പിറ്റലും മരുന്നും കൂടി ഇതെല്ലാം വർധനവ് വരുമ്പോ ശരീരം ദോഷത്തിലേക്കാ പോകുന്നത്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരൊന്നും പെട്ടെന്ന് അറ്റാക്കായി മരിച്ചെന്ന് കേൾക്കാറില്ല, വളരെ ദുർലഭ. ഇന്നിപ്പോ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിന്നിപ്പോ രാവിലെ പറഞ്ഞ മാതിരി പ്രായം എന്നൊരു ഫാക്ടർ അല്ല. 15 വയസ്സായ കുട്ടിയും 18 വയസ്സായ കുട്ടിയൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കാന്നാ പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ റീസൺ? ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ച് തന്നെയാണ്. ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ച് അല്ല, അങ്ങനല്ല പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വരെ അങ്ങനത്തെ ഒരു പറച്ചിലായി. ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ജീവിതശൈലി രോഗങ്ങളിലാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണം കൊടുത്തിട്ട് രോഗങ്ങളെ വാങ്ങരുത്. അതിപ്പോ നമ്മളെ എല്ലാ മേഖലയിലും. ഇപ്പൊ നമ്മളിപ്പോ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. എന്താ പുറത്തത്തെ ചൂടെന്താ? പഴയ കാലഘട്ടത്തിലൊക്കെ ഇതേപോലത്തെ ഒരു വീടുണ്ടെങ്കിൽ പിന്നെ AC ആവശ്യമില്ല. നല്ല കൂളിംഗ് സെൻസേഷൻ. കാരണം താഴത്തും മണ്ണാണ്, മുകളിലും മരാണ്. മണ്ണുകൊണ്ടാണുള്ള സംഭവിക്കുന്നത്. ഒരു ചുമരുമാണ്. അതായത് പുറത്ത് മുഴുവൻ ടൈല്, അതിന്റെ ചൂട്. സീലിംഗ് കിടക്കുന്നത് കോൺക്രീറ്റ്. ആ സീലിംഗ് ചൂടായിട്ട് അതിനകത്തുള്ള കമ്പി ഹീറ്റായി കിടക്കുക. ഹീറ്റായി കിടന്നിട്ട് ആ ഹീറ്റ് രാത്രി പുറന്തള്ളുക. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ജീവിതത്തിന്റെ പഴയ കാലഘട്ടത്തിന്റെ സുഖത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചു പോണത്. അതിലേക്കൊരു തിരിച്ചുവരവ് ചാൻസ് ഇല്ല. എന്നിരുന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്ന മാക്സിമം ശ്രദ്ധിക്കുക. അതെ. ഓക്കെ.